നമസ്കാരം. നേതാവാകുന്നതിന് മുൻപും മന്ത്രിയാകുന്നതിന് മുമ്പുമൊക്കെ തന്നെ നടൻ സുരേഷ് ഗോപിയോട് നമ്മൾ മലയാളികൾക്ക് രാഷ്ട്രീയത്തിനപ്പുറമായി ഒരു ഇഷ്ടമുണ്ട്. സുരേഷ് ഗോപിയെ ചാണകസംഖി എന്നൊക്കെ വിളിച്ച് ചിലർ അധിക്ഷേപിച്ചെങ്കിലും പൊതുസമൂഹം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും MP ആയത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ ശബ്ദരേഖയുടെ പശ്ചാത്തലം ഞാൻ അന്വേഷിച്ചത്. ഒരാളുടെ ഒരു ശബ്ദരേഖ, ആ ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി തനി തങ്കമാണ്, 916 ഗോൾഡ് എന്ന്. സ്നേഹമുള്ള ബഹുമാന്യരായ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഒരു നല്ല ദിവസം നേരുന്നു. വളരെ സന്തോഷകരമായൊരു വിശേഷം നിങ്ങളുമായി കൈമാറാനാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത്. ദൈവാനുഗ്രഹം പോലെ സേവ് കേരള ബ്രിഗേഡിൻ്റെ പേരിലും സേവ് കേരള മിഷൻ്റെ നാമധേയത്തിലും അതിൻ്റെ നേതാക്കന്മാരുമായി പോയി ബഹുമാനപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തെ സാറിനെ കാണാൻ ഉള്ള 2 പ്രാവശ്യം എനിക്ക് അതിനുള്ളൊരവസരം ലഭിച്ചു. ആ 2 പ്രാവശ്യവും 1 മണിക്കൂറിലധികം സമയം ഈ മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിന് വേണ്ടി അദ്ദേഹം സാദരം നമ്മളോട് സംസാരിക്കുകയും ഒത്തിരി നമുക്കറിഞ്ഞുകൂടാത്ത വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്തു. ഇന്ന് അദ്ദേഹം അന്ന് 2 പ്രാവശ്യവും പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുകയാണ്. തനി തങ്കമാണ് അദ്ദേഹം. 916 തന്നെയാണ്, യാതൊരു സംശയമില്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഇതിനകത്ത് പറയാൻ എത്തുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഇത് ടേക്കപ്പ് ചെയ്യും. അത് വേണ്ടതിന് പരിഹാരം നമ്മൾ കണ്ടെടുത്താനുള്ള മുൻകൈ എടുക്കും എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിലെ എല്ലാവരുടെയും, നമ്മുടെ തമിഴനാണെങ്കിലും മലയാളിയാണെങ്കിലും നമ്മുടെ 2 പേരുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം സോൾവ് ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെ വളരെ പ്രകീർത്തിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും പേരിൽ. താങ്ക് യു. ഈ ശബ്ദരേഖയുടെ ഉടമയെ എനിക്കറിയാവുന്നതുകൊണ്ട്, ഈ വിഷയം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജനങ്ങളുടെ ജീവൻ കാക്കാൻ വേണ്ടി പല സമരങ്ങളും പല സംഘടനകളുമുണ്ട്. ഇപ്പോൾ അത്തരം സംഘടനകളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ, മുല്ലപ്പെരിയാർ എന്ന മഹാദുരന്തത്തെ തടയാൻ സേവ് കേരള മിഷൻ എന്ന പേരിൽ ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്. ആ സംഘടന എറണാകുളത്തെ ഒരു പ്രതിഷേധ സമരം നടത്തിയപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. ആ സംഘടനയുടെ നേതാവും മുൻ റിട്ടയേർഡ് എയർ ഇന്ത്യ മാനേജരുമായ RBS മണിയുടെ ശബ്ദരേഖയാണ് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടത്, എന്തായിരുന്നു പ്രതികരണമെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനും റസലും കൂടിയാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. ഒരു ദിവസം ഞങ്ങളൊരു 12 മണിക്ക് ഉച്ചയ്ക്ക് ഞങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു. അദ്ദേഹത്തെ പോയി കണ്ടു. അവിടെ അദ്ദേഹം 10 മിനിറ്റ് തന്നെങ്കിലും ഈ വിഷയം റസൽ ജോയിയോട് വളരെ ആവേശത്തോടു കൂടി പല കാര്യങ്ങളും ആവർത്തിച്ച് അദ്ദേഹമായിട്ട് വളരെ ഗംഭീരമായിട്ട് ഇതിനകത്ത് ആർഗ്യൂ ചെയ്തു. വിഷയം മുഴുവൻ അറിയാവുന്നൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും കൂടി അദ്ദേഹം സുരേഷ് ഗോപി ഞങ്ങളോട് പറഞ്ഞു തന്നു. അപ്പോൾ അന്ന് അവിടെ 1.25 മണിക്കൂറോളം അദ്ദേഹം സമയം തന്നു എന്നുള്ളതാണ് എനിക്കും റസലിനും കൂടെ. അപ്പോൾ അവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം അത് കാര്യമായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഈ 60 വയസ്സ് 65 വയസ്സായവരല്ലേ, നിങ്ങൾ ഒരു 10-15 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തതല്ലേ, നിങ്ങൾ ഈ ഇടതിനും വലതിനും ഒക്കെ വോട്ട് ചെയ്തിട്ട് ഞാനൊരു ചാണകം ഒരു സംഖ്യ എന്തിനാണ് എന്നെ കാണാൻ വന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പെട്ടെന്ന് റസൽ ജോയി അദ്ദേഹത്തിന് നാവടഞ്ഞു പോയി. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു വാചകം അദ്ദേഹം ചോദിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അല്പം ഇതോടുകൂടി ചോദിച്ചു, സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജനങ്ങളുടെ ഇടയിലൊരു ചൊല്ലുണ്ട്, അങ്ങേക്ക് അല്പം മനുഷ്യത്വമുണ്ട്, മനുഷ്യപ്പറ്റുള്ള ആളാണ്, മനുഷ്യൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 50 ലക്ഷം പേരെങ്ങാനും നിർഭാഗ്യം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാൻ അങ്ങേക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പെട്ടെന്ന് ഇതായിട്ട് എൻ്റെ തോളിൽ കൈയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല മണി, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എൻ്റെ അടുത്ത് നിങ്ങൾ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങേക്ക് ഇതൊരു ഉണ്ട് എന്നതുകൊണ്ട് വന്നതാണ്, അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പം, ഇല്ല ഈ വിഷയം ഇത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തീർച്ചയായിട്ടും ഇത് അപ്പോൾ ഞാൻ ഒരു വാചകം കൂടെ പറയാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, ഗവർണർ ഇതിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഈ നിവേദനത്തിൽ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ആണോ, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു കാര്യം ആദ്യം അദ്ദേഹം ചോദിച്ചുള്ളൂ,
അങ്ങ് ഒരു മലയാളിക്ക് വേണ്ടി ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇതിനു വേണ്ടി സെൻറ്ററുമായിട്ട് എന്തെങ്കിലും ഇല്ല, ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരിക്കൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വീണ്ടും പോയി അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അന്നേരം ഞാൻ ഈ സേവ് കേരള മിഷൻ്റെ പേരിലാണ് പോയത്. ബ്രിഗേഡല്ല, ഞാനും പ്രകാശ്, പിന്നെ നമ്മുടെ ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ കുറച്ചുകൂടെ വാചാലനായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ മലയാളിക്ക് ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഇത് ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയത്തിനും ജാതിമതം എല്ലാത്തിനും അതീതമായിട്ട് നിന്ന് മലയാളികൾ നമുക്കിത് ആവശ്യപ്പെടേണ്ട സമയം വൈകി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം എത്രയായാലും ഞാൻ ഉണ്ടെന്ന് ഞാൻ മണിയോട് പറഞ്ഞതാണല്ലോ, ഞാൻ എപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അതുകൊണ്ടാണ് അദ്ദേഹം ആ വാക്ക് പാലിച്ചു എന്നെനിക്ക് മനസ്സിലായത്. RBS മണിയും അഡ്വക്കേറ്റ് റസൽ ജോയും ഒക്കെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മറ്റ് താല്പര്യങ്ങളില്ലാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിച്ചവരിൽ പെടും. ഈ റസലെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയൊക്കെ ചെയ്തു. BSPയുടെ സ്ഥാനാർത്ഥിയായി. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സുരേഷ് ഗോപി MP-യും മന്ത്രിയുമായി. അപ്പോൾ തന്നെ സുരേഷ് ഗോപി പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് അതിൽ ഇടപെട്ടു എന്നതിന് തെളിവാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രങ്ങൾ. ബാംഗ്ലൂരിലെ ISRO ആസ്ഥാനത്ത് പോയി ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തിയത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇക്കാര്യം സുരേഷ് ഗോപി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കുകയും ചെയ്തു. സുരേഷ് ഗോപി വെറുതെ പറഞ്ഞതല്ല, ആത്മാർത്ഥതയോടെ പറഞ്ഞതാണ് എന്നതിന് തെളിവാണത്. ISROയുടെ സഹായത്തോടുകൂടി മുല്ലപ്പെരിയാറിൻ്റെ പ്രതിസന്ധി അവസാനിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. എന്താണ് മുല്ലപ്പെരിയാറിലെ പ്രതിസന്ധിയുടെ പരിഹാരം? പുതിയ അണക്കെട്ട് എന്നാണ് കേരളം മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ അത് പ്രായോഗികമല്ല. 2 കാരണങ്ങളാൽ. ഒന്ന്, തമിഴ്നാട് പുതിയ അണക്കെട്ടിന് സമ്മതിക്കില്ല. പുതിയ അണക്കെട്ടായാൽ പുതിയ കരാറുണ്ടാക്കേണ്ടി വരും. ആ പുതിയ കരാറിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പലതും ഉയരും. കേരളം പണിയുന്ന ഒരു അണക്കെട്ടിൽ നിന്നും വെള്ളം കിട്ടും എന്ന് തമിഴ്നാടിന് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തമിഴ്നാട് പുതിയ അണക്കെട്ടിന് സമ്മതിക്കില്ല. 2, ഭൂകമ്പങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ പ്രദേശത്ത് മറ്റൊരു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി കിട്ടില്ല. ഈ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ഇങ്ങോട്ട് വരണം. കാരണം അല്ലെങ്കിൽ പഴയ അണക്കെട്ടിന് ക്ഷതമുണ്ടാകും. അങ്ങനെ കിലോമീറ്ററുകൾ ഇപ്പുറത്തേക്ക് ഒരു അണക്കെട്ട് നിർമ്മിച്ചാലും ഏറിയാൽ 50 വർഷം കഴിയുമ്പോൾ അത് മാറ്റിപ്പണിയേണ്ടി വരും. ആ അണക്കെട്ട് നീട്ടി കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തമിഴ്നാടിന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്രയേറെ പാരിസ്ഥിതിക ദുർബലമായ ഒരു സ്ഥലത്ത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുക സാധ്യമല്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? മുല്ലപ്പെരിയാറിലെ പരിഹാരത്തെക്കുറിച്ച് പല തർക്കങ്ങളും ചർച്ചകളുമുണ്ട്. മുല്ലപ്പെരിയാർ പ്രക്ഷോഭം ഒരിടത്തും എത്താതിരിക്കുന്നതിന് കാരണം പ്രക്ഷോഭം നടത്തുന്നവർക്ക് തന്നെ എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ഒരു ഏകാഭിപ്രായം ഇല്ല എന്നതാണ്. ഇവിടെയാണ് സേവ് കേരള മിഷൻ സുപ്രീം കോടതി വിധിയുടെ പ്രസക്തമായ ഒരു ഭാഗം എടുത്തു കാട്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ തമിഴ്നാടിനെ വെള്ളത്തിനൊരു ക്ഷാമവും വരാതെ കേരളത്തിലെ ജനങ്ങളുടെ ആയുസ് സംരക്ഷിക്കുന്ന ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നത്. പണ്ട് മുല്ലപ്പെരിയാർ സമരരംഗത്ത് CP റോയി എന്ന കൺവീനർ മുമ്പോട്ട് വെച്ച അതേ ആശയമാണ്. എന്നാൽ പിന്നീട് ആ പ്രക്ഷോഭ സമിതിയിലെ തർക്കത്തെ തുടർന്ന് CP റോയിക്ക് പുറത്തു പോകേണ്ടി വന്നു. റോയി മുമ്പോട്ട് വെച്ച അതേ നിർദ്ദേശം തന്നെ സുപ്രീം കോടതി എടുത്തു പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്തെ വലിയൊരു ടണൽ നിർമ്മിച്ച് അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയാൽ അണക്കെട്ടിൻ്റെ ജലനിരപ്പ് താഴും. അങ്ങനെ അണക്കെട്ട് തകർന്നുണ്ടായ അപകടം ഒഴിവാക്കാം. തമിഴ്നാടിന് വെള്ളം നഷ്ടപ്പെടുകയുമില്ല. തമിഴ്നാട്ടിലെ വൈഗ പോലെയുള്ള അണക്കെട്ടുകളിലേക്ക് വെള്ളം കൊണ്ടുപോയി സൂക്ഷിക്കാം. കേരളത്തിൻ്റെ മുഖത്ത് ഒരു ജലബോംബായി അതവിടെ നിൽക്കുകയില്ല. ഈ നിർദ്ദേശമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കമുള്ളവ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾക്ക് സേവ് കേരള മിഷൻ മണിയുടെയും റസലിൻ്റെയും നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തമായി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി കൂടി കേൾക്കുമ്പോൾ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം മാറും. എന്തായാലും സുരേഷ് ഗോപി ഹീറോയായിരിക്കുന്നു, തനിത്തങ്കമായിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും നീറുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള തുടക്കത്തിനെങ്കിലും സുരേഷ് ഗോപിക്ക് സാധിച്ചിരിക്കുന്നു. അത് വിജയിക്കട്ടെ. അങ്ങനെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയെ നിൽക്കുന്ന ആ ജലബോംബ് ഒഴിഞ്ഞു പോകട്ടെ. അതേസമയം തമിഴ്നാടിൻ്റെ ആശങ്ക പരിഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന. എന്താണ് പരിഹാരമെന്ന് മോനി പറഞ്ഞതുകൂടി കേൾക്കുക. 100-130 വർഷങ്ങളോളമായി നമ്മുടെ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവന് ഭീഷണിയായും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അതിലധികം തന്നെ വരുന്ന ആളുകളുടെ ഉപജീവനത്തിന് ഭീഷണിയായും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ അതിശയകരമായ ഒരു വിഷയമുള്ളത്,
2014 ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതിയുടെ 3/2006 7/5/14 വിധി നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ 211 നമ്പർ മുതൽ 214 പാരഗ്രാഫ് വരെ 214 നമ്പർ ABC 214(5) എന്ന് പറയുന്ന ഈ പാരഗ്രാഫിൽ വളരെ വ്യക്തമായി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഒരു 50 അടിയോ അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഡാമിൽ നിന്നും ഒരു ടണൽ നമുക്ക് ആവശ്യത്തിന് ഉള്ള ടണലുകൾ വെച്ച് നമുക്ക് എന്തുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുത്തുകൂടാ? അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ആവശ്യാനുസരണം അത്രയും താഴെ ഒരു നിധിയിൽ നിന്ന് വെള്ളം അവിടെ കൊടുക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ള ഇപ്പോൾ ഭീതിജനകമായ 140 അടിയുള്ള ആ വെള്ളത്തിന് വളരെ ഒരു വ്യത്യാസമുണ്ടാവും. നമുക്ക് നമ്മുടെ ആശങ്കയുടെ ഒരു ഏറ്റവും നല്ല അതിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ടണലിടാൻ ഉള്ള പ്രത്യേകിച്ച് 2 കാരണങ്ങളും കൂടിയുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ മാത്രം നമ്മൾ ലോകം മുഴുവൻ അറിയാം, നമുക്ക് ഇടുക്കി പ്രദേശവും കേരളവും ഈ ഭൂചലന സാധ്യതയുള്ള സോണിലും ഹൈ ആയിട്ടുള്ള 3-ാം സോൺ 3-യിലാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂരും പാലക്കാടും ഉണ്ടായ ഭൂചലനം അതിനൊരു ഉദാഹരണവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ ഒരു പുതിയ ഡാം പണിത് അതിന് ഏകദേശം 8-10 വർഷം സമയമെടുത്ത് നമ്മൾ അതുവരെ ഈ ഡാം അവിടെ നിലനിൽക്കും എന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് വളരെ വളരെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട, കഴിഞ്ഞ 10 വർഷമായിട്ട് പരിഗണിക്കാത്തത് എന്താണ് എന്നാണ് നമുക്കൊരു വിഷമം. ഈ 10 വർഷമായിട്ടും അതിനെക്കുറിച്ചൊരു ചർച്ച പോലും വന്നില്ല. അങ്ങനെ ഒരു 50 അടി താഴ്ചയുള്ള ഒരു ടണലോ ആവശ്യത്തിനുള്ള ടണലെടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അതിനൊരു വേറൊരു വൈച്ഛേദം കൂടെ നമുക്ക് എടുക്കാം. അവിടെ നിന്ന് വളരെ അടുത്ത് തന്നെയുള്ള നമുക്ക് ഇവിടെ ഇപ്പോൾ അവിടെ വൈഗ ഡാമുണ്ട്. വൈഗ ഡാമിൽ അവർ ഡാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു ഡാം. അപ്പോൾ അവിടത്തേക്ക് ഈ വെള്ളം ഈ ടണൽ വഴി നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ ഈ ഒരു മരണഭീതിയും മാറിക്കിട്ടും, തമിഴ്നാടിൻ്റെ സുഭിക്ഷമായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യവും നടക്കും. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, ചിലവെടുത്ത് നോക്കിയാലും 10,000 ചില്ലുവാനും കോടി വേണം ഒരു ഡാം പണിയാൻ എന്നാണ് പറയുന്നത്. ഈ ടണൽ അതേസമയം നമ്മുടെ ശ്രീധരൻ സാറ്, ബഹുമാനപ്പെട്ട നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറ് ഇതേ അഭിപ്രായം പറഞ്ഞു. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെയുള്ള സമയത്ത് ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ടണൽ വളരെ എളുപ്പത്തിൽ ഇന്നത്തെ പുതിയ ടെക്നോളജി വെച്ച് ചെയ്യാം. കോസ്റ്റും ഇതിൻ്റെ 10-1 വരുള്ളൂ. ചിലവും വളരെ കുറവായിരിക്കും, സേഫുമായിരിക്കും. ഇത് ചെയ്യുമ്പോൾ സീസ്മിക് സോണിൽ നമ്മളൊരു ഡാം പണിയുക, അവിടെ ഇതുപോലെയുള്ള സീസ്മിക് സോണിൽ ഡാം പണിയാൻ ഉള്ള ഒരു പരിമിതി, ഒരു പെർമിറ്റ് പോലും കിട്ടുമോ എന്നുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 സംസ്ഥാനത്തിനും ഒരുപോലെ വളരെ പെട്ടെന്ന് അതേസമയം വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല? നമുക്കതൊന്ന് എടുത്ത് പരിഗണിച്ചുകൂടെ? അത് മാത്രമല്ല, ഇവിടെയും നമ്മുടെ കേരളത്തിലെ നദികളെയും എല്ലാ നദികളെയും നമുക്ക് റിജുവിനേറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നൊരു അഭിപ്രായം. ഇതിനു വേണ്ടി നമ്മളൊരു പ്രസൻറ്റേഷൻ കൊടുക്കുകയും ഇപ്പോൾ സേവ് കേരള മിഷനും സേവ് കേരള ബ്രിഗേഡും അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ ചെയ്ത് സംയുക്തമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ 7-ാം തീയതി നടത്തിയ ആ ഒരു മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റിയുടെ ഇതിലും ഒരു അഭിപ്രായം എടുത്ത് നമ്മൾ ഒരു ലെറ്റർ ഇപ്പം പുതിയ മന്ത്രിമാർക്കും മന്ത്രിസഭയിലേക്കും സെൻട്രൽ വാട്ടർ കമ്മീഷനും നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിനുള്ള പ്രസൻറ്റേഷനും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.